ഹായ് ഡിയേഴ്സ്, നമ്മൾ സൈക്കോളജിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊന്ന് എളുപ്പമാവുന്ന രീതിയിൽ കുറച്ച് ആ യൂണിറ്റിൽ നിന്നുള്ള മാക്സിമം വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാനിവിടെ. ഒന്നാമത്തെ ചോദ്യം: അധ്യാപനം, പഠനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് ഡാഷ്. എന്താണ്? അധ്യാപനം, പഠനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. രണ്ടാമത്തെ ചോദ്യം: സൈക്കോളജിയുടെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. മോഡേൺ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. 3. ഘടനാ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്. സ്ട്രക്ചറലിസം എന്നൊക്കെ പറഞ്ഞൊരു ഭാഗം ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടില്ല ടെക്സ്റ്റ് ബുക്കിൽ, പക്ഷേ നമുക്ക് ആ ഭാഗത്തു നിന്നും ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഘടനാ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്, സ്ട്രക്ചറലിസത്തിൻ്റെ പിതാവ് വില്യം വൂണ്ട്. ആത്മനിഷ്ഠാ രീതിയുടെ വക്താക്കൾ, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ്? വില്യം വൂണ്ടും എഡ്വേർഡ് റിച്ച്നറും. 5. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് വില്യം വൂണ്ട്. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്, അതിൽ ഘടനാ മനഃശാസ്ത്രത്തിൻ്റെ പിതാവും വില്യം വൂണ്ട് തന്നെയാണ്. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിക്കപ്പെട്ട സ്ഥലം ജർമ്മനിയിലെ ലിപ്സിയിലാണ്. 1879, 1879. അത് സ്ഥാപിച്ചതാരാണ്? വില്യം വൂണ്ടാണ്. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി 1879 ജർമ്മനിയിലെ ലിപ്സിയിൽ വില്യം വൂണ്ട്. 7. ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ മെത്തേഡും ആദ്യമായി അവതരിപ്പിച്ചത്, നമ്മൾ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ, അത് ലൈറ്റ്നർ വിറ്റ്മർ ആണ്. ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ സൈക്കോളജിയും ക്ലിനിക്കൽ മെത്തേഡും ആദ്യമായി അവതരിപ്പിച്ചത് ലൈറ്റ്നർ വിറ്റ്മർ. 8. സാമൂഹിക ബന്ധ പരിശോധന വികസിപ്പിച്ചതാര്? JL മൊറീനോ. സോഷ്യോ മെട്രിക് എന്നല്ല, സോഷ്യോ മൊറീനോ അങ്ങനെ പറഞ്ഞിരുന്നു. സാമൂഹിക ബന്ധ പരിശോധന അതിൻ്റെ രൂപം വികസിപ്പിച്ചതാര്? JL മൊറീനോ. 9. അബോധ മനസ്സിലെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? അബോധ മനസ്സിലെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏത് രീതിയാണ്? പ്രൊജക്റ്റീവ് ടെക്നിക്കാണ് അല്ലേ? പ്രക്ഷേപണ രീതിയാണ്. 10. പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണങ്ങൾ ഏത്? ഞാൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള പോർഷനാണെന്ന് പറഞ്ഞിരുന്നു. റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് പെർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ഈ 5 ഉദാഹരണങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ളത്. 11. മലയാളം, ഞാൻ 2 വാക്കുകളുടെ മലയാളം പറഞ്ഞിരുന്നു. ചെക്ക് ലിസ്റ്റ്, ഒത്തുനോക്കൽ പട്ടിക എന്നാണ്. റേറ്റിംഗ് സ്കെയിൽ, നിർദ്ധാരണ മാപിനി എന്നാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വാക്കുകൾ കാണാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തെടുത്ത് പറഞ്ഞത്. ആ സമയത്ത് നമ്മളിത് പഠിച്ചില്ലല്ലോ എന്ന് ആലോചിക്കരുത്. ചെക്ക് ലിസ്റ്റ്, ഒത്തുനോക്കൽ പട്ടിക, റേറ്റിംഗ് സ്കെയിൽ, നിർദ്ധാരണ മാപിനി. 12ാമത്തെ ക്വസ്റ്റ്യൻ: റേറ്റിംഗ് സ്കെയിലിന് ഉദാഹരണങ്ങൾ 2 ഉദാഹരണങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഒന്ന് ലിക്കർട്ട് സ്കെയിൽ, അതൊരു 5 പോയിൻ്റ് റേറ്റിംഗ് സ്കെയിലാണ്. രണ്ടാമത്തത് തേഴ്സ്റ്റൺ സ്കെയിൽ, 11 പോയിൻ്റ് റേറ്റിംഗ് സ്കെയിലാണ്. എക്സാമിന് ചോദിക്കും കേട്ടോ, 11 പോയിൻ്റ് റേറ്റിംഗ് സ്കെയിലിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണെന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. 13ാമത്തെ ചോദ്യം: കേസ് സ്റ്റഡിയുടെ റിപ്പോർട്ടിനെ വിളിക്കുന്ന പേരെന്ത്? ഒരു കേസിനെ, ഒരു പ്രത്യേക വിഷയത്തിനെ നമ്മൾ ആഴത്തിൽ പഠിക്കുന്നതിനാണ് കേസ് സ്റ്റഡി എന്ന് വിളിക്കുക. അധ്യാപകനാണ് ഇത് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് എഴുതുമല്ലോ, അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കേസ് റിപ്പോർട്ടെന്നോ കേസ് ഹിസ്റ്ററി എന്നാണോ വിളിക്കുന്നത്. 14ാമത്തെ ചോദ്യം: ക്രിയാഗവേഷണം, ആക്ഷൻ റിസർച്ചിൻ്റെ ആവിഷ്കർത്താവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്റ്റെപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാൻ, ആക്ട്, ഒബ്സർവ്, റിഫ്ലക്റ്റ് എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആവിഷ്കർത്താവ് സ്റ്റീഫൻ എം കോറി. ക്രിയാഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവ് സ്റ്റീഫൻ എം കോറി. ഉത്തരങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി ക്ലാസ് കേൾക്കാൻ ശ്രമിക്കണം. ഞാൻ ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് സ്പീഡ് കൂട്ടി വെച്ച് ക്ലാസ് കേൾക്കുന്നത് നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.